കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അന്ന് ആ അമ്പലത്തിലേക്ക് ഒരു കൊച്ചുകുട്ടി വന്നിരുന്നു അല്ലേ? ആ കൊച്ചുകുട്ടിയെ ഈ പറഞ്ഞവരിൽ ആരോ ഒരാളെന്തോ ചെയ്തിട്ടുണ്ടെന്നതിന് റെക്കോർഡ്സ് ഉണ്ട്. ഞാനത് കാണിക്കണോ? ഇതിനെപ്പറ്റി താങ്കൾ എന്തു പറയുന്നു മിസ്റ്റർ നന്ദീഷ്? ഓക്കെ, അറിയാത്ത കാര്യം ചോദിച്ചറിയണം. അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. മിസ്റ്റർ ധനഞ്ജയ്, നിങ്ങളുടെ ചേട്ടൻ ദിഗ്വിജയ്ക്കും ഈ നിൽക്കുന്ന നന്ദീശനും ഒരേ ദിവസമാണ് കുട്ടികളെ ജനിച്ചത്. ഡേറ്റും ഒന്നാണ്, ടൈമും ഒന്നാണ്, ഒരേ നക്ഷത്രക്കാരുമാണ്. രണ്ടാളും ഒരുമിച്ച് വളർന്നു. എന്നാൽ അതിലൊരു മാറ്റം നടന്നു. എന്നാൽ ഇതിനു പിറകിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആ രണ്ടു കുട്ടികളും എങ്ങനെയോ മിസ്പ്ലേസ് ആയി. മിസ്പ്ലേസ് ആയത് ഇന്റൻഷനലി ആണെന്ന് നിങ്ങൾക്കാർക്കും ഇതുവരെ തോന്നിയിട്ടില്ല? ആ രണ്ടു പേരിൽ ഒരാളുടെ പേരാണ് ത്രിവിക്രം. അവൻ മരിച്ചുപോയി. അതും ഒരു അസാധാരണ മരണം. അതിനു കാരണവും പാമ്പിന്റെ വിഷം. ഇപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചെറിയ ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താം. അല്ലെങ്കിൽ എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾ അറിഞ്ഞ പോലെയാവും. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു, തൃശൂലിന്റെ അനിയത്തി, വീണ എന്ന പേര്. ഇഷ്ടപ്പെട്ട ആളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇവിടെ വീട്ടുകാരെല്ലാവരും സമ്മതിച്ചു. എന്നാ മിസ്റ്റർ ധനഞ്ജയ് മാത്രം സമ്മതിച്ചില്ല. വൈ? അപ്പോ ശിവാനിയാണ് അവരുടെ കല്യാണം നടത്താൻ മുൻകൈ എടുത്തത്. വീട്ടിൽ നിന്നിറങ്ങിപ്പോയ വീണ, അവൾ ഇഷ്ടപ്പെട്ടിരുന്ന അവളുടെ കാമുകൻ, രണ്ടാളെയും നിഗൂഢമായി കാണാതാവുന്നു. അവരെവിടേക്കെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിച്ചു കാണും. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു മിസ്റ്റർ നന്ദീഷ്. അതാണ് സത്യമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും തോന്നുന്നുണ്ടോ? പറയൂ മിസ്റ്റർ ധനഞ്ജയ്, ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ പറയുന്നതൊക്കെ ശരി തന്നെയല്ലേ, അതോ തെറ്റാണോ മിസ്റ്റർ ധനഞ്ജയ്? പറയൂ. അഭയ്, അവൾ ഈ വീട്ടിൽ താമസിക്കുന്ന കുട്ടിയാ. വഴി കാണുന്നവനെല്ലാം വിളിച്ചോണ്ട് വന്ന് അവളെ കെട്ടിക്കണമെന്ന് പറഞ്ഞാ വീട്ടുകാരെ എതിർക്കുന്നത് സാധാരണമാണ്. അത്രേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് അവള് ഇറങ്ങി എങ്ങോട്ടോ പോയി. പോയല്ലോ. എന്നാ എങ്ങോട്ടാ പോയതെന്ന് ആർക്കും ഇവിടെ ഒരു പിടിയുമില്ല. പക്ഷെ എനിക്കറിയാം. പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ കൃഷ്ണയും പിന്നെ ആ ദാക്ഷായണിയും? അവരേത് നാട്ടുകാരികളാണെന്ന് ചോദിച്ചപ്പോ പഞ്ചാബ്, ആസാം, സിക്കിം എന്നെന്തൊക്കെയോ പറഞ്ഞു. എന്നാൽ അവര് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ അവരെയും കാണാനില്ല. അവരെവിടേക്ക് പോയതാന്ന് നിങ്ങൾക്കറിയോ? അവര് തീർത്ഥയാത്രയ്ക്കാന്ന് പറഞ്ഞ് മാനസ സരോവരത്തിനാ പോയത്. അതും ഞാൻ വിശ്വസിക്കണോ? ഓക്കെ, വിശ്വസിക്കാം. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും ഞാനത് കണ്ണടച്ച് വിശ്വസിക്കാം. അതുപോലെ. എന്നാൽ
നിങ്ങളൊരു വലിയ സത്യസന്ധനാണെന്നൊന്നും ഞാൻ പറയില്ല. ആദ്യം എന്തോ പറഞ്ഞല്ലോ, ഞാൻ കഥയുണ്ടാക്കുവാണെന്ന്. ഇതൊന്നും കഥയല്ല മിസ്റ്റർ ധനഞ്ജയ്. ഈ വീട്ടിൽ തീർച്ചയായും ഒരു വലിയ നിഗൂഢത തന്നെയുണ്ട്. പലരും അതിനുവേണ്ടി പോരാടുന്നുണ്ട്. അതൊരു വിലമതിക്കാനാവാത്ത വസ്തുവിന് വേണ്ടിയാണ്. ദിഗ്വിജയ് ഈ വീട്ടിലേക്ക് വരാത്തതിന് അതും ഒരു പ്രധാന കാരണം തന്നെയാണ്. സോ നിങ്ങളാരും തല പുകയ്ക്കൊന്നും വേണ്ട. എനിക്കൊരു സത്യവും അറിയില്ല എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ. അല്ല, അത്രയ്ക്ക് വിലമതിക്കുന്ന ഒരു വസ്തു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. എന്താ ഇത്? മിസ്റ്റർ ഗോവിന്ദ്, ഒരുപാട് തലമുണ്ടാക്കണ്ട. ഈ അഭയ് വന്നിരിക്കുന്നതിനെ എല്ലാം കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിച്ചിരിക്കും. എല്ലാ കാര്യങ്ങളും പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഡീറ്റെയിൽസ് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവർക്കും സമാധാനവും. പിന്നെ എല്ലാവരുടെ മനസ്സിലെ സംശയങ്ങളും ഞാൻ മാറ്റിത്തരാം. എല്ലാവരുടെ ഉള്ളിലും സന്തോഷം വരുത്താൻ ശ്രമിക്കാം. എന്നിട്ടേ ഈ അഭയ് ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒന്നും അറിയാത്ത പോലെ നടന്ന ഈ പോലീസുകാരൻ അവസാനമെല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഓക്കെ, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ എന്തൊക്കെ ചിന്തകളാ വന്നു പോയിക്കൊണ്ടിരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആലോചിച്ചു കൂട്ടുന്നത് എന്ത് തന്നെ ആയാലും അതെന്നോട് വന്ന് പറയൂ. അത് ചിലപ്പോൾ എന്റെ അന്വേഷണത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അന്വേഷണം വേഗം കഴിയും. അല്ലെങ്കിലും കഴിയും. എന്നാൽ ഈ കേസിൽ നിങ്ങൾ ഓരോരുത്തരുടെയും റോൾ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. മോഹിനി, മോഹിനി, നീ എവിടെയാ മോഹിനി? മോഹിനി, മോഹിനി. ശേഷനാഗ, എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് നിനക്ക് ഇത്ര ദേഷ്യം? വെറും ദേഷ്യമല്ലേ മോഹിനി, കൊന്നുകളയാനുള്ള ദേഷ്യമുണ്ട്. ആരെയാണ്? ആ ശിവാനിയെ തന്നെ. ഞാൻ എവിടെയൊക്കെ പോയാലും അവള് തടസ്സമായി ഉണ്ടാകും. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നീ തന്നെയല്ലേ പറയുന്നേ? എന്നാൽ ഞാൻ അതിന് ശ്രമിക്കുമ്പോഴല്ല ശിവാനി അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ആ ശിവാനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല മോഹിനി. ഞാൻ ഇന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു മോഹിനി. എന്താണത്? എനിക്ക് തടസ്സമായ ആ ശിവാനിയെ കൊന്നുകളയാൻ പോവാ. അവളെ കൊന്നുകളയുക എന്നല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല മോഹിനി. ശേഷനാഗ, എന്തിനാണ് ബാലിശമായി സംസാരിക്കുന്നത്? അവൾ ആരാണ്? ശിവാനി, ആദിശേഷന്റെ ഭാര്യ, മഹാശക്തിശാലിയായ നാഗറാണി. അവളെ കൊല്ലാനായിട്ട് നിനക്കൊരിക്കലും സാധിക്കില്ല ശേഷനാഗ. നീ മഹാബലശാലിയായിരുന്നു ശേഷനാഗ. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. നീ നാഗലോകനായിരുന്ന കാരണത്താൽ നിനക്ക് അത്രമാത്രം ശക്തിയുണ്ട്. എന്നാൽ ആ ശക്തി ഉപയോഗിച്ച് ശിവാനിയെ കൊല്ലാൻ ഒരിക്കലും നിനക്ക് സാധിക്കില്ല ശേഷനാഗ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരുവരും ചേർന്ന് അവളെ കൊന്നുകളയാൻ സാധിക്കില്ലേ? കൊല്ലാൻ സാധിച്ചേക്കാം. എന്നാൽ അത് നമുക്ക് കഷ്ടതകളാണ് ഉണ്ടാക്കുക. ശിവാനി മരിച്ചാൽ നിനക്കൊരിക്കലും മയൂരിയെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. എന്നുവെച്ചാ ആ മയൂരി ശിവാനിയും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട് ശേഷനാഗ. ശിവാനി നാഗറാണി, മയൂരി മനുഷ്യകന്യക. മനുഷ്യകന്യകയെ നാഗലോകത്തുള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ല.
എന്നാൽ നാഗലോകത്തുള്ളവർ ആരെങ്കിലും ആ കല്യാണം നടത്തുകയാണെങ്കിൽ അതെല്ലാവരാലും സമ്മതിക്കപ്പെടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോഹിനി. നാഗലോകത്തുള്ളവർ നാഗലോകത്തിലുള്ളവരെ തന്നെ കല്യാണം കഴിക്കണമെന്നല്ലേ നാഗലോകത്തിലെ നിയമം? ആ നിയമമുള്ളപ്പോൾ നിനക്ക് ആ മനുഷ്യ കന്യകയെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. എന്നാൽ നാഗലോകത്തിലുള്ള ആരെങ്കിലും ഒരാൾ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായും നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇരുവരുടെയും കല്യാണത്തിന് ആ ശിവാനി ഒരു പാലമായി ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾ ഇരുവരുടെയും കല്യാണത്തിന് ശിവാനിയുടെ ആശീർവാദം കിട്ടിയാൽ നാഗലോകത്തിൽ നിന്ന് നിന്നെ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി മോഹിനി. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവളുടെ മനസ്സിൽ കയറിപ്പറ്റ്. അവളുടെ സമ്മതത്തോടെ നിങ്ങളുടെ കല്യാണം നടന്നാൽ നമ്മുടെ സ്വപ്നം നടക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട ശേഷനാഗ. അവൾ എന്നെ നോക്കുന്നത് പോലുമില്ല, പിന്നല്ലേ കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ. സമ്മതിച്ചേ മതിയാകൂ ശേഷനാഗ. അതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അഭയ്, എന്താ? നിങ്ങളാ പറയേണ്ടത്. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ഈ വീട്ടിലെ ചുരുക്കം ചിലർക്ക് മാത്രം അറിയുന്ന കാര്യ. അതൊക്കെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സാധാരണമല്ലേ? അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത്? നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, ഈ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങള് നിങ്ങളും മനസ്സിലാക്കിയല്ലോ. അതെങ്ങനെയാ? ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിയെന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല. കാരണം ഈ വീട്ടിലുള്ള ആരും തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. തിരിച്ച് നിങ്ങളും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ എങ്ങനെയാ ഭയ്? അതെല്ലാം പ്രൊഫഷണൽ സീക്രട്സാ. ഞാൻ എന്തേലും പറഞ്ഞ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ശത്രുക്കളോ ഐ മീൻ കുറ്റവാളികൾ അലേർട്ട് ആവും. അതാ. അപ്പോ അറിയേണ്ട സത്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല. ആദ്യം കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. പറയേണ്ട സമയമായെന്ന് തോന്നുമ്പോ ഞാൻ തന്നെ പറയാം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നിയ സംശയമൊന്നും മാറാൻ പോകുന്നില്ല ഭയ്. നീ പറഞ്ഞതൊക്കെ കേട്ടപ്പോ നീ വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല, ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. എന്നോട് എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ച് വെറുതെ ബുദ്ധിമുട്ടണമെന്നില്ല ഭയ്. എനിക്കറിയാം നിങ്ങൾ മറ്റാരുമല്ല എന്റെ തൃശ്ശൂലാണെന്ന്. ശിവാനി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ CID ഓഫീസർ അഭയാണ്. ഞാൻ നിങ്ങളുടെ തൃശ്ശൂലാവുന്ന എങ്ങനെയാ? അവനെ കാണാനില്ലാത്തോണ്ട് ഡിസ്റ്റർബ്ഡായി നിങ്ങൾ എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും എന്റെ സംശയം മാറാൻ പോകുന്നില്ല. ഞാൻ ചെയ്യുന്ന പൂജ അവസാനിക്കുമ്പോഴേക്കും എന്റെ തൃശ്ശൂൽ തിരികെ വന്നിരിക്കും. അവൻ ഇവിടെ തന്നെ വന്നിരിക്കും. അങ്ങനെയല്ല, എവിടെയാണെങ്കിലും വന്നിരിക്കും. എന്താന്ന് വെച്ചാ എന്റെ സങ്കടം കണ്ടാൽ അവൻ ഒരിക്കലും വരാതിരിക്കാൻ പറ്റില്ല.
ഗുരുക്കളെ, എന്തിനാണ് ദിഗ്വിജയ ഈ ആശങ്ക? ജീവൻ പണയം വെച്ച് ചെയ്ത കാര്യങ്ങള് എല്ലാം നിഷ്ഫലമായി തീരുമ്പോ ആർക്കാണ് വെറുതെ ഇരിക്കാൻ കഴിയുക ഗുരുക്കളെ? എന്ത് സംഭവിച്ചു? സംഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. ജ്യേഷ്ഠൻ ത്രയംബകൻ പറഞ്ഞതുകൊണ്ട്, ആദിശേഷനെ കൊല്ലാതെ വെറുതെ വിടുന്നതുകൊണ്ട് അവനിപ്പോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു പോലീസ് അധികാരിയായി നീ ഇവിടെ വന്നിട്ട് എന്താണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോ എല്ലാവരുടെയും ജാതകം എടുത്ത് പുറത്തിടുക അവൻ. എന്നിട്ട് എന്തു പറയാൻ? അവനെല്ലാം അറിയാം. കഴിഞ്ഞ ജന്മത്തിൽ അവനെ കൊന്നതും ആ നാഗമാണിക്ക് മോഷ്ടിച്ചു കൊണ്ടുവന്നതുമെല്ലാം അവന് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ അവൻ ഇതെല്ലാം വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു കൊലയാളിയായനെ. ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉത്തരവാദിയായി മാറിയനെ. പിന്നെ ആ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കൂ. അറ്റ്ലീസ്റ്റ് ആ നാഗമാണിക്യം കൈക്കലാക്കി എല്ലാത്തിനും പരിഹാരം കാണാമെന്ന് വിചാരിക്കുമ്പോ അതിനും സാധിക്കുന്നില്ല. ദിഗ്വിജയ, അവൻ അഭയല്ല, ആദിശേഷനാണ്. അവന് പല കാര്യങ്ങളെയും കുറിച്ച് അറിയാം. നീയാണ് അവന്റെ പരമശത്രു. ആ സത്യം അവൻ മനസ്സിലാക്കിയാൽ നിന്റെ അന്ത്യമാണ്. എനിക്കും അതേ ഭയമുണ്ട് ഗുരുക്കളെ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാത്തിരിക്കുക. അവന്റെ അടുത്ത നീക്കം എന്തെന്നറിയാതെ നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുന്നതല്ല. ജ്യേഷ്ഠൻ ത്രയംബകനിൽ നിന്നോ അതുപോലെ തായി ജ്വാലമാലിനിയിൽ നിന്നോ സൂചന ലഭിക്കാതെ മുന്നോട്ട് നീങ്ങുന്നത് തെറ്റായ മാർഗത്തിലേക്കാകുമെന്ന് ഉറപ്പാണ്. ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ ഒരിക്കലും എത്തില്ല. ക്ഷമയോടെ കാത്തിരിക്കണം ദിഗ്വിജയ. എല്ലാം നമ്മുടെ മുന്നിൽ കൃത്യമായി അണിനിരക്കുന്നത് വരെ കാത്തിരുന്നേ മതിയാകൂ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്ത്? ഒരു പെണ്ണിനെ പ്രണയം കൊണ്ട് മാത്രമേ അടുപ്പിക്കാൻ സാധിക്കൂ. നീ ഇല്ലാത്ത അവളുടെ ജീവിതം ശൂന്യമായി തീരുമെന്ന ഭീതി അവളുടെ ഉള്ളിൽ നീ ഉണ്ടാക്കണം. പിന്നെ നീ ചാകാൻ പറഞ്ഞാൽ പോലും അവൾ ചാകാൻ തയ്യാറാവണം. അങ്ങനെയെങ്കിൽ അവൾ നിന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ തയ്യാറാകുമോ? ഇനി മറ്റൊരു മുഖ്യമായ കാര്യം കൂടി. നിനക്ക് ആ മനുഷ്യകന്യകയെ പ്രണയിക്കണമെങ്കിൽ അത് ശിവാനിയുടെ സഹായമില്ലാതെയും നടക്കുന്നതാണ്. എന്നാൽ നീ അവളെ കല്യാണം കഴിക്കണമെന്നാണെങ്കിൽ അതിന് ശിവാനിയുടെ സഹായം കൂടിയേ തീരൂ. ഇത് നീ മറക്കാൻ പാടില്ല. ഞാൻ എന്ത് തന്നെ ചെയ്താലും അത് നിന്നോടുള്ള പ്രണയം കൊണ്ടാ. അതെനിക്കറിയാം ശേഷ. ഇവളെ പ്രണയിക്കാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രണയം പൂവണിയാൻ വേണ്ടിയാണ്. നോക്കൂ, ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. നിന്നെ ഈ സ്ഥലത്ത് എത്തിച്ചും കഴിഞ്ഞു ഞാൻ. ഇനി നീ നിന്റെ പ്രയത്നം തുടങ്ങിയാലും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം. വേഗം വരൂ. അയ്യോ, എന്തിനാ അവൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? അച്ഛനാണെങ്കിൽ വീട്ടിലല്ല. അവൻ ഇവിടെ വരെ എത്താമെങ്കിൽ അകത്ത് കയറാൻ അവനെ കൊണ്ട് പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യും? ഫോൺ ഫോൺ. ഹലോ സാർ. ആരാ? സാർ, ഞാൻ മയൂരി, ശിവാനി ചേച്ചിയോടൊപ്പം പൂജ. ആ, കാര്യം പറ. സാർ, അവൻ വീടിനടുത്തുണ്ട്. അകത്ത് കയറാൻ ശ്രമിക്കുക. വാട്ട്? അവൻ
വീടിന് മുന്നിൽ തന്നെ ഉണ്ട്. എനിക്ക് പേടിയാകുന്നു സാർ. ഞാൻ മാത്രമുള്ള വീട്ടില് എന്നെ രക്ഷിക്കൂ. റിലാക്സ്, ഒന്നും ആവില്ല. യു ഡോണ്ട് വറി. വീട്ടില് നൈഫ്, കത്തി വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ. എന്തിനാ? നോക്ക്, ടെൻഷൻ ആവണ്ട. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാ. അത് ബാഗിലിട്ടിട്ട് വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അയ്യോ സാർ, ആ വീടിന് മുറ്റത്ത് തന്നെ ഉണ്ട്. പറയുന്നത് കേൾക്ക്. എന്റെ മൊബൈലിലേക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചാ. ആ സാർ, ഇപ്പൊ തന്നെ അയക്കാം. ആദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങ്. ആ ബാക്ക് ഡോർ വഴി ഇറങ്ങിയാ മതി. അവ മുന്നിലല്ലേ നിൽക്കുന്നേ. അപ്പോഴേക്കും ഞാൻ എത്താം. ശരി സാർ.